ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് പ്രാവശ്യം തിരുവനന്തപുരം മ്യൂസിയത്തിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഒത്തിരി ഒത്തിരി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ഉണ്ട്. പിന്നെ മൃഗങ്ങളുടെയും ബേഡ്സിൻ്റെയൊക്കെ ഫോസിലുകളുണ്ട്. അപ്പം അവർക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുവരെ അവിടെ പോയിട്ടില്ല, പക്ഷെ ഞാൻ ഇന്ന് പോകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയാലോ? അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങി. മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ കണ്ടില്ലേ? കുട്ടികളെയും കൊണ്ട് അമ്മമാർ വരുന്നത് കണ്ടില്ലേ? ഒരുപാട് കാണാനുണ്ട്. എനിക്ക് എല്ലാം കാണിക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു. എന്നാലും കുട്ടികൾക്ക് കാണുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നില്ല. മനുഷ്യൻ്റെ അസ്ഥികൾ ഇതൊക്കെ കുട്ടികൾ കാണേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുകയാണ് നമ്മൾ ട്രിവാൻഡ്രത്ത്. പിന്നെ നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത് ബേഡ്സുകളാണ്, പക്ഷികൾ. ഒരുപാട് പക്ഷികൾ, കുട്ടികൾക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പക്ഷികളുടെ ഒരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെ കാണുവാനുണ്ടോ അതെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് പോലും അറിയില്ല ഇത്രയും പക്ഷികൾ ഏതേനും പക്ഷികളാണെന്നറിയില്ല. എങ്കിലും അതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ ഓരോ സ്ഥലത്തോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ്. കണ്ടില്ലേ? ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഒറിജിനലാണെന്ന് വിചാരിക്കുക, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. കുറച്ചൊക്കെ എടുത്തു. അമേരിക്കൻ സോങ്, ഇത് ട്രഡീഷണൽ കോസ്റ്റ്യൂംസാണ്. ഇനി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണിക്കാനുണ്ട്. പക്ഷേ സമയമില്ലാത്തതിനാൽ ഞാൻ ഇത്രയും നിങ്ങളോട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു, ബൈ.